ഹലോ, ഇന്ന് മുതൽ നമ്മളെ ചാനലിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. വരയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മളെ വീഡിയോ ഫോളോ ചെയ്യുക, കൂടാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്കാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ 4 കല്ലുകൾ അടുക്കി വെച്ച പോലെയുള്ള ഔട്ട്ലൈന് വരയ്ക്കുക. ഷേപ്പ് ചെറുതായിട്ട് മാറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ ഞാൻ സ്റ്റെഡ്ലറിൻ്റെ 4H പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പിക്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്ത് അധികം പ്രഷർ കൊടുക്കാതെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് പേപ്പർ സ്റ്റെമ്പ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഡാർക്ക് വരുന്ന ഭാഗത്ത് ആർട്ട് ലൈനിൻ്റെ 10B ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്കിൽ തന്നെ കുറച്ച് ലൈറ്റ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ അധികം പ്രഷർ കൊടുക്കാതെയും എന്നാൽ നന്നായിട്ട് ഡാർക്ക് വരുന്ന ഭാഗത്ത് പെൻസിൽ കുത്തനെ പിടിച്ചാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബഡ്സോ അല്ലെങ്കിൽ പേപ്പർ സ്റ്റെമ്പോ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബ്ലെൻഡിങ് ടൂള് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഔട്ട്ലൈൻ ഒന്നും കൂടി ഡാർക്കായിട്ട് കാണിക്കുക. നല്ല ലൈറ്റ് വരുന്ന ഭാഗത്ത് എറൈസർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ 2-3 ചെറിയ കല്ലുകൾ കൂടി ഇതേ പ്രോസസ്സിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിൽ കൊണ്ട് കുറച്ച് ലൈൻസുകൾ വരയ്ക്കാം. കല്ലിൻ്റെ താഴെ ഭാഗത്തുള്ള വെള്ളത്തിന് ഡാർക്കായിട്ട് നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ മുകളിലെ കല്ലിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന ഭാഗത്തും ഡാർക്കായിട്ട് കൊടുക്കാം. കല്ലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പുല്ലുകൾ കൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിലുള്ള ലൈൻസുകളും ചെറിയ ലൈൻസുകളും വരയ്ക്കാം. പുല്ലിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന വെള്ളത്തിൽ കാണുന്ന വിധത്തിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ലൈൻസുകൾ വരച്ചു കൊടുക്കാം. മുകളിൽ വരച്ച പുല്ലിൻ്റെ അത്ര നീളം, അത്ര വലുപ്പം ഇതിന് വേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പെൻസിൽ ഡ്രോയിങ് വരയ്ക്കാൻ എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ ഇതുപോലത്തെ ഡ്രോയിങ് ക്ലാസ്സുകൾ ഇനിയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം.